ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. കർത്താവിനു വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങൾ ഈ പ്രാർത്ഥനയിൽ നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ മേൽ കർത്താവിൻ്റെ അനുഗ്രഹം ചൊരിയുന്ന ദൈവവചനം നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ശക്തിയും ധൈര്യവും സന്തോഷവും നൽകും. ദൈവവചനത്തിൻ്റെ ശക്തി ഇന്ന് അവിടുന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. കർത്താവ് അരുളി ചെയ്തത് തീർച്ചയായും സാധ്യമാകും. നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ വൻ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരാൻ പോകുന്നു. ഇന്ന് പരീക്ഷയുള്ള മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് ഇൻ്റർവ്യൂവിന് പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായി ചിലർ പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുണ്ട്. അവർക്കെല്ലാം വേണ്ടി ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കൂടാതെ രോഗികൾക്ക് രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് നൽകാൻ പോകുന്ന അനുഗ്രഹങ്ങളെ പ്രാപിക്കാൻ നമ്മുടെ ഹൃദയവും മനസ്സും നമുക്ക് ഒരുക്കാം. വിശ്വാസത്തോടെ ഇന്നത്തെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് ദൈവവചനം കേൾക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. എൻ്റെ ദാസനായ മോശ നൽകിയിട്ടുള്ള എല്ലാ നിയമങ്ങളും അനുസരിക്കുകയും ശക്തനും ധീരനുമായിരിക്കുകയും ചെയ്യുക. അവയിൽ നിന്ന് ഇടം വലം വ്യതിചലിക്കരുത്. നിന്റെ ഉദ്യമങ്ങളിലെല്ലാം നീ വിജയം വരിക്കും. ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിന്റെ അധരത്തിലുണ്ടായിരിക്കണം. അതിൽ എഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കാൻ നീ ശ്രദ്ധിക്കണം. അതിനെക്കുറിച്ച് രാവും പകലും ധ്യാനിക്കണം. അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരിക്കുകയും ചെയ്യും. ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെയുണ്ടായിരിക്കും. ജോഷുവ ജനപ്രമാണികളോട് കൽപ്പിച്ചു, പാളയത്തിലൂടെ ചെന്ന് ജനങ്ങളോട് ഇങ്ങനെ ആജ്ഞാപിക്കുവിൻ: വേഗം നിങ്ങൾക്കാവശ്യമായവ സംഭരിക്കുവിൻ. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് അവകാശമായി നൽകാൻ പോകുന്ന ദേശം കൈവശപ്പെടുത്താൻ 3 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ജോർദാൻ കടക്കണം. റൂബൻ, ഗാദ് ഗോത്രങ്ങളോടും മനാസയുടെ അർദ്ധഗോത്രങ്ങളോടും ജോഷുവ പറഞ്ഞു, നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് സ്വസ്ഥമായി വസിക്കാൻ ഒരു സ്ഥലം തരികയാണ്. അവിടുന്ന് ഈ ദേശം നിങ്ങൾക്ക് തരും എന്ന് കർത്താവിൻ്റെ ദാസനായ മോശ നിങ്ങളോട് പറഞ്ഞത് അനുസ്മരിക്കുവിൻ. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവേ, ഇന്ന് നിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന നിൻ്റെ മക്കളുടെ മേൽ നിൻ്റെ കാരുണ്യവും അനുഗ്രഹവും ചൊരിയണമേ. സ്വസ്ഥതയും സമാധാനവുമായി വസിക്കാൻ കർത്താവേ ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രവർത്തന മേഖലയിൽ ഇന്ന് അവിടുന്ന് വിജയം നൽകണമേ. പരീക്ഷ എഴുതുന്ന ഞങ്ങളുടെ മക്കൾക്ക് ഇന്ന് വിജയം നൽകാൻ നീ അവരോട് കൂടെയുണ്ടാകണമേ. നിന്റെ വലതുകരത്തിൻ്റെ ശക്തി നൽകി അവർ നല്ലതുപോലെ പരീക്ഷ എഴുതാൻ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, പരീക്ഷാ റിസൾട്ട് കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നിനക്കെല്ലാം സാധ്യമാണ്. എൻ്റെ ദൈവമേ, ഇന്ന് എല്ലാ മേഖലയിലും ഭയപ്പെട്ടിരിക്കുന്നവർക്ക് നീ ആശ്വാസവും ധൈര്യവും നൽകി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ ഇന്ന് നീ ഇടപെട്ട് വിജയം നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവർക്കും സമാധാനമുണ്ടാകാനും സന്തോഷമുണ്ടാകാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തിൽ ദൈവസ്നേഹമുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ദൈവസ്നേഹം എല്ലാത്തിനും ഉപരിയാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഇന്ന് ദൈവസ്നേഹവും ദൈവിക ജ്ഞാനവും കൊണ്ട്
ഞങ്ങളെ നിറയ്ക്കണമേ. ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ദൈവിക ഇടപെടൽ ഉണ്ടാകുന്നതിന് ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എല്ലാ അന്ധകാരങ്ങളും മാറ്റി പരസ്പരം ക്ഷമിക്കുന്നതിനും സ്നേഹിക്കുന്നതിനും ദൈവസ്നേഹവും ദൈവഭയവും നൽകി ഞങ്ങൾ ഇടപഴകുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടലുണ്ടാകാൻ ഇന്ന് നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ പ്രാർത്ഥനയിലും ദൈവവചനത്തിലൂടെയും കർത്താവേ, നീ ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ദേശം, സ്ഥലം, ഭവനം, വീട് ഞങ്ങൾക്ക് നൽകി, അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകി. ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമേ, നിൻ്റെ കൽപ്പനകൾ, നിൻ്റെ തിരുവചനം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നതിനും അത് ഓർമ്മയിൽ കൊണ്ടുവരുവാനും അത് പാലിക്കുന്നതിനും ഞങ്ങൾക്കിന്ന് ശക്തി നൽകണമേ. ധൈര്യവും ശക്തിയും നൽകി ഇന്നെല്ലാ കാര്യങ്ങളും വിവേകത്തോടെ പ്രവർത്തിക്കുന്നതിന്, ചിന്തിക്കുന്നതിന്, സംസാരിക്കുന്നതിന് കൃപ തരണമേ. എല്ലാ അബദ്ധങ്ങളിൽ നിന്നും ദുഷ്ടരുടെ വഞ്ചനയിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. പ്രത്യേകമായി ഞങ്ങളുടെ നാവിനെ നീ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കണമേ. കർത്താവെ, ഫലപ്രദമായ മേഖലയിൽ മാത്രം ഇടപെടാനും സംസാരിക്കാനും ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ. കർത്താവെ, ഞങ്ങളുടെ വാക്കുകൾ കൊണ്ടോ പ്രവർത്തനങ്ങൾ കൊണ്ടോ ആരും ഞങ്ങളെ വഞ്ചിക്കാൻ നീ അനുവദിക്കരുതേ. ഇന്നത്തെ ഞങ്ങളുടെ യാത്രകളിൽ കൂടെയിരുന്ന് ഞങ്ങളെ സഹായിക്കണമേ. നീ വാഗ്ദാനം നൽകിയ ഞങ്ങളുടെ അവകാശങ്ങളെ ഇന്ന് ഞങ്ങൾക്ക് നേടിത്തരണമേ. ദൈവമേ, ഞങ്ങളുടെ അവകാശങ്ങൾക്കായി നിൻ്റെ ഇടപെടലിനു വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകി ഇന്ന് ഞങ്ങളോടൊപ്പം പ്രവർത്തിച്ച് എല്ലാ മേഖലയിലും ഞങ്ങൾക്ക് വിജയവും സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും അങ്ങയുടെ കൃപയും കാരുണ്യവും നൽകി, വിജയം നൽകി, മഹത്വം നൽകി, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നൽകി ഇന്നത്തെ ദിവസം എല്ലാം കൊണ്ടും മഹത്തരമായ ദിവസമാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ നിൻ്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കു വേണ്ടിയും ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുന്നു. ഭയം എടുത്തു മാറ്റി ഭയത്തിൽ നിന്നും വിടുതൽ നൽകി ധൈര്യവും ശക്തിയും മുന്നോട്ടു പോകാനുള്ള കൃപയും നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാ അപകടങ്ങളിൽ നിന്നും, ആപത്തുകളിൽ നിന്നും, അനർത്ഥങ്ങളിൽ നിന്നും, ദുരന്തങ്ങളിൽ നിന്നും, ദുഷ്ടാരൂപികളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും, ദുഷ്ടപ്രലോഭനങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ, പ്രത്യേകമായി ഞങ്ങളുടെ മക്കളെ, ജീവിത പങ്കാളിയെ നീ കാത്തുകൊള്ളണമേ. കർത്താവേ, ഞങ്ങളുടെ കൂടെയിരുന്ന് സൗഖ്യവും സമാധാനവും നൽകി എല്ലാവർക്കും ശാശ്വതമായ സന്തോഷം നൽകി ഇന്ന് നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. രോഗികളായ എല്ലാവർക്കും ആശ്വാസം നൽകി സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ. ഇന്ന് ആശുപത്രിയിലേക്ക് പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആശുപത്രിയിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് സിസേറിയനുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ മരുന്നും വൈദ്യനും നീ തന്നെ. ഞങ്ങളെ അനുഗ്രഹിക്കാൻ ഇനി വൈകരുതേ. ഞങ്ങൾ അങ്ങേക്കു വേണ്ടി കാത്തിരിക്കുന്നു. കൃപയുണ്ടാകണമേ. ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങളെ ഇന്ന് ചേർത്തു വെച്ച് ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങളെ സമർപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ
സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം എല്ലാ മേഖലയിലും നിനക്ക് വിജയം നൽകട്ടെ, കൂടെയിരുന്ന് സഹായിക്കട്ടെ, സംരക്ഷിക്കട്ടെ. എല്ലാ അപകടങ്ങളിൽ നിന്നും, അനർത്ഥങ്ങളിൽ നിന്നും, ആപത്തുകളിൽ നിന്നും നിന്റെ യാത്രയിലും പ്രവർത്തനങ്ങളിലും കൂടെയിരുന്ന് ദൈവം സംരക്ഷിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന, ഇത് അനേകർക്ക് ഷെയർ ചെയ്തു കൊടുക്കുന്ന നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.